നമ്മുടെ ജീവിതത്തിലെ നാം എടുക്കുന്ന തീരുമാനങ്ങൾക്ക്, അതായത് ഞാൻ ഇന്ന കാര്യങ്ങൾ ഒരു ദിവസം ചെയ്യും, ഇപ്പം 5-6 കാര്യങ്ങൾ നമ്മൾ എഴുതുന്നെങ്കിൽ ചിലപ്പോൾ 2 എണ്ണമായിരിക്കും, 3 എണ്ണം അല്ലെങ്കിൽ 4 എണ്ണമായിരിക്കും നമുക്ക് നിവർത്തിക്കാൻ കഴിയും. പക്ഷെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അതിലൊന്ന് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വലിയൊരു സമാധാനമാണ്. ചെറിയ തുടക്കങ്ങൾ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമൊക്കെ അതോ ആ ബുക്ക് മുഴുവൻ എഴുതണം, അല്ലെങ്കിൽ പുസ്തകം മുഴുവൻ വായിക്കണം, വേണ്ട. ഒരു തുടക്കം നമ്മളിട്ടെങ്കിൽ നമ്മുടെ വിജയിച്ചെന്നുള്ളതാണ്. അതിലെ പറഞ്ഞ് വെൽ ബിഗൺ ഹാഫ് ഡൺ, പകുതി ചെയ്തത്, നല്ലൊരു തുടക്കം തന്നെ പകുതി ചെയ്തെന്നുള്ളതാണ്. ചിലപ്പോൾ എക്സർസൈസ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ കണ്ടില്ലയോ, പെട്ടെന്ന് ചില കാര്യങ്ങളല്ല, ഒരു ചെറിയ ഒരു ചെറിയ തുടക്കം നിങ്ങളിടുമ്പോൾ തന്നെയും നമുക്ക് എനിക്കത് ചെയ്യാൻ കഴിഞ്ഞല്ലോ, അല്ലെങ്കിൽ ഒരു ബുക്ക് എഴുതുക, ഒരു പേപ്പർ എനിക്ക് എഴുതാൻ കഴിഞ്ഞല്ലോ, ഒന്ന് ധ്യാനിക്കാൻ കഴിഞ്ഞല്ലോ എന്ന് പറയുമ്പോൾ തന്നെ വിജയമാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. മറ്റുള്ള നമുക്ക് ഇപ്പോൾ ചിലർക്ക് നമുക്ക് ഒത്തിരി തുക കൊടുത്തല്ലോ ഒത്തിരി സഹായിക്കാൻ കഴിയത്തില്ലായിരിക്കും. ഒരു ചെറിയ സപ്പോർട്ട് വരുമ്പോൾ നമ്മുടെ ഹൃദയത്തിന് ദൈവമേ എനിക്ക് ഒത്തിരി ഒന്നും പറ്റിയില്ല, എന്നാലും അവരെ ചെറിയ തോതിൽ സഹായിക്കാൻ കഴിഞ്ഞാൽ അതിലൂടെ ലഭിക്കുന്നൊരു സന്തോഷമുണ്ടല്ലോ, മറന്നുപോലെ. അതുപോലെ തന്നെ നമ്മൾ ഈ പെർഫെക്റ്റ്നെസ്സിന് വേണ്ടി, അതായത് പെർഫെക്റ്റിന് വേണ്ടി നമ്മൾ ഒത്തിരി ശ്രമം നടത്തരുത്. അത് വരും, അതിലേക്ക് എക്സലൻറ്റ് വേയിലേക്ക് വരും. ആദ്യം ചെറിയ കാര്യങ്ങളിലൂടെ ആ പൂർണ്ണതയിലേക്ക് നമുക്ക് വരാൻ കഴിയും. അതിനെ നാം ഗൗരവപരമായി കണ്ടുകൊണ്ട്, പക്ഷെ ഒരു 4-5 കാര്യം ചെയ്യുമ്പോൾ ആ 4-5 കാര്യം ചെയ്യാൻ തന്നെ നമ്മൾ ശ്രമിക്കണം. ആ ചെറിയ തുടക്കം മതി. ആ ചെറിയ തുടക്കം വലിയ വിജയത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകും. അതുപോലെ തന്നെ നമുക്ക് സേവിങ് മെൻറ്റാലിറ്റി, അതായത് നമ്മുടെ ചിലരുണ്ട് പെട്ടെന്ന് എന്തെങ്കിലും ഒരു ആവശ്യങ്ങളൊക്കെ വരുമ്പം പെട്ടെന്ന് കടം ചോദിക്കുന്നതല്ല, അങ്ങനെയല്ല. നമുക്ക് ആ ഉള്ളതിൽ അല്പം മാറ്റി വെച്ച് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി, ഉറുമ്പ് തന്നെ വേദസ്വരം എന്താ പറയുന്നത്, അത് വേനൽക്കാലത്ത് അതിന് വേണ്ടത് ആ ചെറുത് മാറ്റി വെക്കുകയും ഒരു സേവിങ് മൈൻഡ്, അതായത് നമ്മൾ മനസ്സിലാക്കണം, 1 രൂപ നമ്മൾ മാറ്റി വെച്ചാൽ 365 ദിവസമാകുമ്പോൾ എത്ര ആകും? നമ്മൾ ചെറിയ വലിയ സമ്പാദ്യങ്ങളെന്നല്ല, ചെറിയ കാര്യങ്ങൾ തുടക്കം ഇടുമ്പോൾ അതെല്ലാം നമുക്ക് പിന്നീട് നമുക്ക് പ്രയോജനപ്പെടുന്നതാണ്. നമ്മുടെ അതുപോലെ ശരീരത്തിൻ്റെ ആരോഗ്യ കാര്യങ്ങൾ, ചെറിയ എക്സർസൈസ്, ഭക്ഷണം എന്ത് കഴിക്കണം എന്ത് കഴിക്കേണ്ട, എനിക്ക് എന്താണ് വേണ്ടത്, ഇങ്ങനെയെല്ലാം നമ്മളെ ആ ജീവിത വിജയത്തിലേക്ക് കൊണ്ടുപോകും. നമുക്ക് ആരോഗ്യപരം ഒരു ക്രമീകരണം, ഒരു അച്ചടക്കം, ഒരു ഡിസിപ്ലിൻ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ തന്നെ വിജയകരമായി നമുക്ക് ജീവിക്കാൻ കഴിയും. സ്വർഗത്തിലെ ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഓരോ പ്രഭാതത്തിലും ഞാൻ ഇന്ന ചെയ്യുമെന്ന് പറയുമ്പോൾ ഏതാണ്ട് ഒരു 21 ദിവസമായി കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു ഹാബിറ്റായിട്ട് മാറും. താങ്ക് യു.